നമസ്കാരം. യു ഡി എഫിന്റെ ഒക്കച്ചെങ്ങായി, യു ഡി എഫിന്റെ ഉറ്റതോഴൻ, യു ഡി എഫിന്റെ സൈബർ പോരാളി, അതായത് ഇപ്പോ യു ഡി എഫിന്റെ പോരാളി വാസുവാണല്ലോ PV അൻവർ. കഴിഞ്ഞ ദിവസം ഫോറസ്റ്റ് ഓഫീസ് തല്ലിത്തകർത്ത സംഭവവുമായി ബന്ധപ്പെട്ട്, ആക്രമണവുമായി ബന്ധപ്പെട്ട് PV അൻവറിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോ ഈ മറ്റൊക്കെ ചങ്ങായിമാരൊക്കെ രംഗത്തേക്ക് വരണമല്ലോ പിന്തുണയുമായിട്ട്. അങ്ങനെ സുധാകരൻ ജി എത്തി, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല ജി എത്തി. അങ്ങനെ രമേശ് ചെന്നിത്തല ജി ഇന്നലെ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് പാതിരാത്രി. അത് ഞാനൊന്ന് വായിക്കാം. പ്രതികരണം ഇങ്ങനെയാണ്: ഒരു MLA വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നത് കേട്ടുകേൾവിയില്ലാത്തത്, ഇത് ഭരണകൂട ഭീകരത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രമേശ് ചെന്നിത്തല കുറച്ച് വർഷം പിന്നിലേക്ക് നമുക്കൊന്ന് പോണം. അപ്പോൾ മനസ്സിലാവും, ചിലതൊക്കെ മറന്നു തുടങ്ങിയിട്ടാൽ പ്രായം കൂടി വരികയല്ലേ. ഇടയ്ക്കൊക്കെ പറയാറുള്ളത് പോലെ വലിയ ചന്ദനാദി ബസ്റ്റാണ്. ഞാനതെന്താണെന്ന് ഓർമ്മപ്പെടുത്താം. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്ന സമയത്ത് CPM-ന്റെ MLA ആണ് എന്ന ഒരൊറ്റ കാരണത്താൽ പിണറായി വിജയന്റെ വീട് വളഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അദ്ദേഹത്തിനോട് ചെയ്ത കൊടും ക്രൂരത എത്രത്തോളമാണെന്ന് നമുക്കെല്ലാവർക്കും പറയാം. അതായത് 5-6 പോലീസുകാർ കൂടി ബൂട്ടിട്ട് ചവിട്ടിക്കൂട്ടി പിണറായി വിജയനെ. അദ്ദേഹത്തിന്റെ കാല് ചവിട്ടി ഒടിച്ചു. അവസാനം 1977 പിന്നീട് അദ്ദേഹം നിയമസഭയിലേക്ക് പോകുന്നത്. കിടപ്പോട് കിടപ്പായിരുന്നു. അത്തരത്തിൽ അദ്ദേഹത്തെ അങ്ങ് കൊല്ലാൻ വേണ്ടി തന്നെ ആ രീതിയിൽ പോലീസുകാർ ആക്രമിച്ചതാണ്. അന്ന് അദ്ദേഹം 1975 അദ്ദേഹത്തെ ആ പോലീസ് സ്റ്റേഷനിൽ ചവിട്ടിക്കൂട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് പൊടിഞ്ഞ ആ രക്തം അദ്ദേഹത്തിന്റെ ഷർട്ടിൽ മൊത്തത്തിൽ അദ്ദേഹത്തിന്റെ ഷർട്ടിൽ ആയിരുന്നു. അദ്ദേഹം ആ ഷർട്ടും എടുത്തുകൊണ്ട് നിയമസഭയിലെത്തി കരുണാകരന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ ചവിട്ടി നട്ടല്ലൊടിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ ഒരിക്കലും നിങ്ങളുടെ മുമ്പിൽ ഞാൻ നട്ടല് കുടിച്ചു നിൽക്കില്ല എന്നാണ്. ഇന്നും ആ മനുഷ്യന്റെ ഷർട്ട് ഊരി നോക്കിയാൽ മിസ്റ്റർ രമേശ് ചെന്നിത്തല അന്ന് ആ ബൂട്ടിട്ട് ചവിട്ടിയ പോലീസുകാർ ചവിട്ടിയ ആ പാട് ഇപ്പോഴും ചിലപ്പോൾ കാണാൻ സാധിക്കും. ഇന്നും അത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്. അന്ന് നിയമസഭയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം സഭാരേഖകളിൽ ഇപ്പോഴും കാണാം. ഞാനതൊന്ന് വായിക്കാം. അതുകൂടി രമേശ് ചെന്നിത്തല ഒന്ന് ഇടയ്ക്കൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഈ ഗീർവാണമൊക്കെ ബസ്റ്റാണ്, പിന്നെ ആ വലിയ ചന്ദനാദി മറക്കണ്ട. ഞാനതൊന്ന് വായിക്കാം. 1975 സെപ്റ്റംബർ 28 ശേഷം ഈ നിയമസഭയിൽ ആദ്യമായി സംസാരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ മറ്റു ചില കാര്യങ്ങൾ ഈ സഭയുടെ മുമ്പാകെ എനിക്ക് പറയാനുണ്ട്. എന്റെ പേര് പല ഘട്ടങ്ങളിലും 1975 സെപ്റ്റംബർ 28 ശേഷം ഈ സഭയിൽ വന്നിട്ടുണ്ടായിരിക്കും. ഇന്നലെ വന്ന മറുപടിയിൽ പല ഘട്ടങ്ങളിലായി പറഞ്ഞതാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. എന്നെ ഈ സംസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റുകാരെ മിസപ്രകാരം അറസ്റ്റ് ചെയ്ത 1975 സെപ്റ്റംബർ 28 രാത്രിയാണ് വീട്ടിൽ വെച്ച് പിടിച്ചത്. എന്റെ വീട് ധർമ്മടം പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ തലശ്ശേരി പോലീസ് സർക്കിൾ ഏരിയയിലാണ്. എന്നെ പിടിക്കാൻ വന്നത് കൂത്തുപറമ്പ് സർക്കിൾ ഇൻസ്പെക്ടർ ബാലരാമനാണ്. എന്റെ വീട്ടിൽ വന്ന് കതകിൽ തട്ടി വിളിച്ചു. ഞാൻ കതക് തുറന്നു. ചോദിച്ചു, എന്താണ്? അറസ്റ്റ് ചെയ്യാനാണ്. എന്താണ് നിങ്ങൾ വന്നത്? സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ആരിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻ? SP-യിൽ നിന്ന്. നിങ്ങളെ ഇവിടെ വന്ന് അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. കൂട്ടത്തിൽ കൂത്തുപറമ്പ് സബ് ഇൻസ്പെക്ടറുമുണ്ട്. വലിയൊരു സംഘം പോലീസ് പാർട്ടിയുമുണ്ട്. ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതാണ്. ഡ്രസ്സ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത് വരെ വളരെ മാന്യമായ പെരുമാറ്റം തന്നെ. സ്റ്റേഷനിലെത്തി. കീശയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഐഡന്റിറ്റി കാർഡ് ഉണ്ടെന്ന് പറഞ്ഞു. അത് വേണമോ എന്ന് ചോദിച്ചു. വേണമെന്ന് പറഞ്ഞു. കൊടുക്കുകയും ചെയ്തു. ലോക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, വേണമോ? വേണം. അങ്ങനെയാണ് ഞങ്ങളുടെ നിയമം. അങ്ങനെ ലോക്കപ്പ് ചെയ്യാൻ പോകുന്ന ഘട്ടത്തിൽ ഒരു പോലീസുകാരൻ പറഞ്ഞു, ഷർട്ട് അഴിക്കണം. സാധാരണ ക്രിമിനൽസിന്റെ കാര്യത്തിൽ ചെയ്യുന്നത് പോലെ വേണമോ എന്ന് ഞാൻ ചോദിച്ചു. അതിന് പോലീസുകാരൻ, ഞങ്ങൾക്കൊന്നും പറയാൻ കഴിയുകയില്ല, ഇൻസ്പെക്ടറോട് പറയാൻ പറഞ്ഞു. ഇൻസ്പെക്ടറോട് ഞാൻ ചോദിച്ചു, ഞങ്ങളെല്ലാം പൊളിറ്റിക്കൽ വർക്കേഴ്സ് അല്ലേ, ഷർട്ട് അഴിക്കണമോ എന്ന്. അപ്പോൾ അയാൾ പോലീസുകാരനോട് പറഞ്ഞു, ഷർട്ട് അഴിക്കേണ്ട, ഷർട്ട് ഇട്ടുകൊണ്ട് ലോക്കപ്പിൽ കഴിയട്ടെ എന്ന്. ലോക്കപ്പിലേക്ക് പോകുന്ന പോക്കിൽ എനിക്കൊരു പായ് തന്നു. അതുകൊണ്ട് ഞാൻ ലോക്കപ്പ് മുറിയിൽ കടന്ന് പായിട്ട് ഇരുന്നു. 2 മിനിറ്റ് കഴിഞ്ഞില്ല, ലോക്കപ്പ് മുറി അടച്ചു. മുറിയുടെ മുമ്പിലത്തെ ലൈറ്റ് ഓഫ് ചെയ്തു. ലോക്കപ്പ് മുറിയിൽ ലൈറ്റ് ഇല്ല. മങ്ങിയ വെളിച്ചം മാത്രമേ ഉള്ളൂ. 2 ചെറുപ്പക്കാർ. ആ സ്റ്റേഷനിൽ ഉള്ളവരല്ല, പുറത്തുനിന്ന് ഇതിനായിട്ട് പ്രത്യേകം കൊണ്ടുവന്നവരാണെന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കി. ലോക്കപ്പ് മുറി തുറന്ന് അകത്ത് കടന്നു. ഞാൻ ഇരിക്കുകയായിരുന്നു. എഴുന്നേറ്റ് നിന്നു. ഒരാൾ വന്നു ചോദിച്ചു, എന്താണോ പേര്? ഞാൻ പറഞ്ഞു, വിജയൻ. എന്ത് വിജയൻ? പിണറായി വിജയൻ. 2 ആളുകളും അപ്പുറത്തും ഇപ്പുറത്തുമായി നിൽക്കുകയാണ്. പിണറായി വിജയൻ എന്ന് ഞാൻ പറഞ്ഞു. ഒരാൾ ആവർത്തിച്ചു, ഓ പിണറായി വിജയൻ എന്ന് പറയുകയും വീണ്ടും ആവർത്തിക്കുകയും അടി വീഴുകയും ചെയ്തു. അവർ 2 പേരും ആദ്യ റൗണ്ട് അടിച്ചു. 2 പേർ മാത്രമായിട്ട് അടിക്കുന്നത് പോരെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം.
വലിയൊരു സംഘം പോലീസുകാർ ലോക്കപ്പിന് മുമ്പിൽ നിൽക്കുന്നുണ്ട്. CI അടക്കം 3 ആളുകൾ പിന്നീട് കടന്നു വന്നു. അങ്ങനെ 5 പേരായി. തല്ലലിന്റെ മാതിരി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഏകദേശം കേരളത്തെ പറ്റി അറിയാവുന്നവർക്കൊക്കെ ഊഹിക്കാവുന്നതാണ്. 5 ആളുകൾ ഇട്ട് തല്ലുകയാണ്. എല്ലാ രീതിയിലും തല്ലി. പല ഘട്ടങ്ങളിലായിട്ട് പല പ്രാവശ്യമായിട്ട് ഞാൻ വീഴുന്നുണ്ട്, എഴുന്നേൽക്കുന്നുണ്ട്. അവർ തല്ലുന്നതിനിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നീ ആഫീസർക്കെതിരായി പറയുന്നുണ്ട്, മന്ത്രിക്കെതിരായി പറയുന്നുണ്ട് അല്ലേടാ എന്നൊക്കെ. അതിനിടയ്ക്ക് തല്ലും നടന്നുകൊണ്ടിരുന്നു. പല പ്രാവശ്യം വീണു, പല പ്രാവശ്യം എഴുന്നേറ്റു. എഴുന്നേൽക്കാൻ കഴിഞ്ഞപ്പോഴൊക്കെ എഴുന്നേറ്റു. അവസാനം എഴുന്നേൽക്കാൻ വയ്യാത്ത അവസ്ഥയായി, പൂർണ്ണമായും വീണു. എഴുന്നേൽക്കാതായതോടുകൂടി അവരെല്ലാവരും മാറി മാറി പുറത്ത് ചവിട്ടി. എത്രമാത്രം ചവിട്ടാൻ കഴിയുമോ അത്രമാത്രം ചവിട്ടി. 5 ആളുകൾ മാത്രമേ തല്ലിയുള്ളൂ. അവർ ക്ഷീണിക്കുന്നത് വരെ തല്ലി. 15-25 മിനിറ്റ് സമയം. എന്നിട്ട് അവർ പോയി. ഞാൻ പിറ്റേ ദിവസം വരെ അങ്ങനെ കിടന്നു. അതിനിടയ്ക്ക് ഷർട്ട് പോയിട്ടുണ്ട്, ബനിയൻ പോയിട്ടുണ്ട്, മുണ്ട് പോയിട്ടുണ്ട്, ഡ്രയർ മാത്രം അവശേഷിച്ചു. അതാണ് ആ ലോക്കപ്പിൽ വെച്ച് എനിക്കുണ്ടായത്. പിറ്റേ ദിവസം കാലത്ത് ആദ്യ റൗണ്ട് തല്ലാൻ കൊണ്ടുവന്ന പോലീസ് പാർട്ടിയെ മുഴുവനായിട്ട് മാറ്റി. പിറ്റേ ദിവസം കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ വന്നു. അവരെ എനിക്കറിയാവുന്നതാണ്. അവർ വളരെ മര്യാദയിൽ തന്നെ എനിക്ക് ഇങ്ങനെ സംഭവിച്ചതിൽ അനുതാപം രേഖപ്പെടുത്തുന്ന മട്ടിൽ ചില പോലീസുകാർ വന്നു. നിങ്ങൾക്ക് ചായ വേണോ? ഇങ്ങനെയുള്ള മര്യാദകളാണ്. പിന്നെ അവിടെ നിന്ന് രാവിലെ 10 മണിക്ക് കണ്ണൂരിലേക്ക് കൊണ്ടുപോയി. കണ്ണൂരിലെത്തി പോലീസ് സ്റ്റേഷനിൽ കയറുമ്പോൾ കണ്ണൂരിലെ പ്രസിദ്ധനായ മറ്റൊരു സബ് ഇൻസ്പെക്ടർ ഉണ്ട്, പുലിക്കോടൻ നാരായണൻ. എന്നെ കണ്ടാൽ തന്നെ അന്ന് സത്യമാർക്കും മനസ്സിലാകും. കാരണം നടക്കാൻ കഴിയുന്നില്ല. എടുത്താണ് പോലീസ് ജീപ്പിൽ കയറ്റിയത്. അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴെല്ലാം പിടിച്ചിരിക്കുകയാണ്. നടന്നു പോകാൻ പറ്റുന്നില്ല. സബ് ഇൻസ്പെക്ടർ പുലിക്കോടൻ നാരായണൻ പറഞ്ഞു, വിജയന്റെ മുഖം മാറിയല്ലോ, അപ്പോൾ 2ാമത്തെ റൗണ്ട് അടി വരാൻ പോവുകയാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എന്തോ 2ാമത്തെ റൗണ്ട് അടി ഉണ്ടായില്ല. അവിടെ നിന്ന് രാത്രി 12 മണിയോടുകൂടി കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തി. അവിടെ എത്തിയപ്പോൾ ഡെപ്യൂട്ടി ജയിലറാണ് അഡ്മിഷൻ നടത്തേണ്ടത്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എന്റെ ദേഹത്ത് തല്ലിന്റെ പാടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അത് രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞു. അയാൾ പറയുകയാണ്, വൂൺസ് ഇഞ്ചുറി ഉണ്ടെങ്കിൽ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന്. ഞാൻ ഷർട്ട് നീക്കി കാണിച്ചു. കണ്ടാൽ ആർക്കും മനസ്സിലാകും. എന്നാൽ അയാൾ വൂൺസ് ഇല്ലെന്ന് പറഞ്ഞു. പോലീസുകാർ അടിച്ചതിന്റെ പാടുകൾ കാണിച്ചത് റെക്കോർഡ് ചെയ്യാൻ അയാൾ തയ്യാറായില്ല. എന്റെ ഇടത്തെ കാലിന്റെ അടിഭാഗം ഒടിഞ്ഞു കിടക്കുകയാണ്, പൊട്ടിയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയത്. എന്നാൽ ഡെപ്യൂട്ടി ജയിലർ അത് വൂൺസ് അല്ലെന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്തില്ല. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതൊരു ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്നാണ്. അവിടെ നിന്ന് എന്നെ എന്റെ കൂടെയുള്ള സഖാക്കൾ എടുത്ത് 8ാം ബ്ലോക്കിലേക്ക് കൊണ്ടുപോയി. അവിടെ ചന്ദ്രശേഖരനും ശങ്കരൻകുട്ടിയുമുണ്ട്. അവരുടെ ബ്ലോക്കിലേക്ക് എടുത്തുകൊണ്ടുപോയി. പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ അടക്കം വന്ന് എന്നെ ആശുപത്രിയിലാക്കുകയും ചെയ്തു. അവിടെ വെച്ച് കാലിൽ പ്ലാസ്റ്റർ ഇട്ടു. 6 ആഴ്ചക്കാലം പ്ലാസ്റ്റർ കാലിൽ കിടന്നു. മാസങ്ങളോളം പരസഹായമില്ലാതെയും ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. കുടിക്കുന്നതും കുളിക്കുന്നതും പോലും മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയായി. ഇതേപ്പറ്റി ഞാൻ മുഖ്യമന്ത്രിക്ക് എഴുതി. അന്നിവിടെ സ്പീക്കർ ഇല്ല, ഡെപ്യൂട്ടി സ്പീക്കർക്ക് എഴുതി. ആരിൽ നിന്നും ഒരു മറുപടിയും എനിക്ക് കിട്ടിയില്ല. ഇങ്ങനെയൊന്നും സംഭവിച്ചല്ലോ എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു മറുപടി പോലും അവർ എഴുതാൻ തയ്യാറായില്ല. ഞാൻ റിട്ടു പെറ്റീഷൻ കൊടുത്തു എന്നാണ്. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യങ്ങൾ സഭാരേഖകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ ഞാനൊന്ന് രമേശ് ചെന്നിത്തലയെ ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. പിണറായി വിജയന്റെ ഷർട്ട് ഊരിയാൽ ഇന്നും കാണാം ആ പാടുകൾ എന്ന് ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കുകയാണ്. എന്തായാലും PV അൻവറിനെ അങ്ങനെയൊന്നും കൊണ്ടുപോയിട്ടില്ല. PV അൻവറിനെ വളരെ മാന്യതയോടു കൂടിയാണ്, വളരെ നല്ല രീതിയിലാണ് അദ്ദേഹത്തെ കൊണ്ടുപോയത്. അല്ലാതെ ഇതുപോലെ ബൂട്ടിട്ട് ചവിട്ടുന്ന പ്രക്രിയയൊന്നും എന്തായാലും അവിടെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ചിലതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് പറയുന്നത് നല്ലതായിരിക്കും മിസ്റ്റർ രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞു വെക്കുകയാണ്. നിങ്ങളൊക്കെ ഭരിക്കുന്ന സമയത്ത് പോലീസ് അഴിഞ്ഞാടി ബൂട്ടിട്ട് ചവിട്ടി പലരെയും തീർത്ത കഥകളൊക്കെ നമുക്കൊക്കെ അറിയാവുന്നതാണല്ലോ, കണ്ടിട്ടുള്ളതാണല്ലോ. കസ്റ്റഡി മരണങ്ങളുടെ ലിസ്റ്റുകൾ കണ്ടിട്ടുള്ളതാണല്ലോ. ഒരുപാട് നിങ്ങളുടെ പോലീസിനെ വെച്ചുള്ള ചില നരനായാട്ടുകൾ. അതുകൊണ്ട് അധികമൊക്കെ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു വെക്കുകയാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണെങ്കിലും ജനങ്ങളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ തിരിക്കാനാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നതിന് മുമ്പ് ഇടയ്ക്കൊക്കെ ഒന്ന് പിന്നോട്ട് പിറകിലോട്ട് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ നിങ്ങൾ പറയിപ്പിക്കുന്നതാണ്, ഇതൊക്കെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് വലിയ ചന്ദനാദി മടക്കണ്ട എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.